ഹായ് സ്റ്റുഡൻസ്, ഇത് ആദർശ് ക്ലാസ് റൂം. നിങ്ങൾക്ക് ഇന്ന് ഫിസിക്സ് ക്ലാസ് 12 മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ചാപ്റ്ററിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഇത് നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ ലോവർ ക്ലാസ്സസിൽ പഠിച്ചതായിരിക്കും. സോ ഇവിടെ ഞാൻ ഈ ഡയഗ്രാംസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓൾസ്റ്റേഡ് എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻറ്റിൽ ഈ സയൻറ്റിസ്റ്റ് ഒരു കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു വയർ എടുത്തിരിക്കുന്നു, ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. അതിൻ്റെ താഴെയായിട്ട് ഒരു മാഗ്നറ്റിക് നീഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. സൗത്ത് നോർത്ത് ഇതാണ് മാഗ്നറ്റിക് നീഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇത് സ്വിച്ച് ഓഫാണ്. മാഗ്നറ്റിക് നീഡിൽ ഇതേപോലെ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതേപോലെ നിൽക്കുന്നു. ഡിഫ്ലക്ഷൻ ഒന്നും തന്നെ ഇല്ല. ഇനി നെക്സ്റ്റ് ഫിഗർ നോക്കൂ. നെക്സ്റ്റ് ഫിഗറിൽ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ ഇതാണ് കറൻറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നിന്ന മാഗ്നറ്റിക് നീഡിൽ ഇപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. നോർത്ത് ഇങ്ങോട്ടേക്ക് സൗത്ത് ഇങ്ങനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഓക്കെ, ഇനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കറൻറ്റിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തു. പൊളാരിറ്റി റിവേഴ്സ് ചെയ്തിട്ട് പിന്നെയും ഒബ്സർവ് ചെയ്തു. ഒബ്സർവ് ചെയ്തപ്പോഴേക്കും ഡിഫ്ലക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. ഇവിടെ ഏത് ഡയറക്ഷനിലാണോ ഡിഫ്ലക്റ്റ് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. മാഗ്നറ്റിക് നീഡിലിന് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് മാഗ്നറ്റ് അടുത്ത് വരുമ്പോഴാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. നമുക്കറിയാം മാഗ്നറ്റിൻ്റെ കേസിൽ ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുന്നു, അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യുന്നു. സോ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ടിൽ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്തപ്പോഴേക്കും അവിടെയും എന്തോ ഒരു മാഗ്നറ്റിസം ഉണ്ടായി. അതുകൊണ്ടാണ് നീഡിലും ഈ ഉണ്ടായിരിക്കുന്ന മാഗ്നറ്റിസം എന്ന് വെച്ചാൽ അതും തമ്മിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിലുള്ള കൺക്ലൂഷൻ ഇപ്പോൾ ഇവിടെ നോക്കിക്കേ. ഇവിടെ സ്വിച്ച് ഓഫ് ആകുമ്പോഴേക്കും കറണ്ട് 0 ആണ്, ഡിഫ്ലക്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ ആ മാഗ്നറ്റിക് ഇഫക്റ്റ് ഇല്ല. അതേസമയം കറണ്ട് ഓൺ ചെയ്യുന്നു, നീഡിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ എന്തോ മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ട്. ഇനി പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നു, സ്വിച്ച് ഓൺ തന്നെയാണ്, അപ്പോഴും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അപ്പോഴും മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണ് എന്ന് വെച്ചാൽ ഒരു കറൻറ്റ് ഫ്ലോയിങ് കറൻറ്റ് വിൽ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഇഫക്റ്റ്. ഓക്കെ, കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടൊരു മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഫീൽഡ് അതിൻ്റെ എക്സ്പ്രഷനും അതിന് റിലേറ്റഡ് ആയിട്ടുള്ളതുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡയറക്ഷൻ, ഈ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ ആക്ച്വലി ഇത് ലോവർ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആംപിയർ സ്വിമ്മിങ് റൂൾ എന്ന് പറയും. ഓക്കെ, ഒരാൾ ഇങ്ങനെ സ്വിം ചെയ്യുന്നു എന്നിരിക്കട്ടെ, ഇങ്ങനെ കമന്ന് സ്വിം ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങോട്ടാണോ വരുന്നത്, സ്വിമ്മിങ് ഇൻ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ കറൻറ്റിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെ സ്വിം ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങോട്ടാണോ വരുന്നത് അതായിരിക്കും, ആ ഒരു ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ലോവർ ക്ലാസ്സസിൽ പഠിച്ചതാണ്. അപ്പോൾ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഒരാളിങ്ങനെ സ്വിം ചെയ്യുന്നു, സോ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, ഓപ്പോസിറ്റ് സ്വിം ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ ആയല്ലോ? അത്രയും നിങ്ങൾക്ക് ഡയറക്ഷൻ ആംപിയർ സ്വിമ്മിങ് റൂളൊന്നും നമുക്കിവിടെ ലോവർ ക്ലാസ്സസിൽ പഠിച്ചതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബയോട്ട്-സാവർട്ട്സ് ലോ ഒരു കണ്ടക്ടറിന്, അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലായി കണ്ടക്ടറിൽ കറണ്ട് പാസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നുണ്ട്. സോ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് ബയോട്ട്-സാവർട്ട്സ് ലോ യൂസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു.
ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ് ഐ. സോ ഇവിടെ ചെറിയൊരു പോർഷൻ നമ്മൾ എടുക്കുന്നു, ഇത് ഡി എൽ. സോ ഈ ഒരു ചെറിയൊരു പോർഷൻ ഇത് കാരണം ഈ ഒരു പോയിന്റിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, സോ ഇതിനെ കറൻറ്റ്, അപ്പോൾ ഈ ഒരു ലെങ്ത് ഡി എൽ, ആ ഒരു ലെങ്ത് കാരണം പോയിന്റ് പിയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് ഡി ബി, ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡാണ് ഫോം ചെയ്യുന്നത്. ഡി ബി സി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള എക്സ്പ്രഷൻ. ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഐ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ്, ഡി എൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ പോർഷൻ, ആൻഡ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആൻഡ് കണ്ടക്ടറിനെ കണക്ട് ചെയ്യുന്ന ലൈൻ, അത് ഫോം ചെയ്യുന്ന ആംഗിൾ. ആർ എന്ന് വെച്ചാൽ കണ്ടക്ടർ മുതൽ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഡി ബി ഇസ് ഈക്വൽസ് ടു എ കോൺസ്റ്റൻറ്റ് ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഐ ഡി എൽ എന്ന് പറയുന്നത്, ഐ ഡി എൽ ഇതിനെ കറൻറ്റ് എലമെൻറ്റ് എന്ന് പറയുന്നു. കറൻറ്റ് എലമെൻറ്റ് ലൈക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഡ്യൂ ടു ചാർജ് ആണ് അല്ലേ? അതേപോലെ തന്നെ കറൻറ്റ്, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യാനായിട്ട് ചാർജ് വേണം, സ്റ്റേഷനറി ചാർജ് വേണം. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യാനായിട്ടൊരു സോഴ്സ്, ആ സോഴ്സ് എന്ന് പറയുന്നത് കറൻറ്റ് എലമെൻ്റ് ആണ്, ദാറ്റ് ഈസ് ഐ ഡി എൽ. ഓക്കെ, ഇനി ഈ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഇ ഈസ് ഈക്വൽസ് ടു 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ആയിരുന്നു അല്ലേ? അതിൽ ക്യൂ എന്ന് പറയുന്നത് ചാർജ്, ആ ചാർജിൻ്റെ പോർഷനിൽ ഇവിടെ കറണ്ട് എലമെൻറ്റ് വന്നു. ചാർജിന് പകരം കറണ്ട് എലമെൻറ്റ്. ക്യൂ വാസ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഐ ഡി എൽ ഇസ് ദ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആർ സ്ക്വയർ ദാറ്റ്സ് എ ഡിസ്റ്റൻസ്, സെയിം തന്നെ. പിന്നെ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? എപ്സിലൻ സീറോ. എപ്സിലൻ സീറോ എന്ന് വെച്ചാൽ എന്താണ്? എപ്സിലൻ സീറോ ഇസ് ദ പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി എന്തായിരുന്നു? ആ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഹോൾഡ് ചെയ്യാനുള്ള മീഡിയത്തിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, ദ സെയിം വേ ഇവിടെ ഒരു മീഡിയം ഉണ്ട്. ഈ മീഡിയം മാഗ്നറ്റിക് ഫീൽഡ് ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, സോ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും എന്ത് വരും? ഡി ബി ഇസ് ഈക്വൽസ് ടു, നമ്മൾ ഈ ഇക്വേഷനിൽ ഇതിലെ എലമെൻറ്റ്സ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും നോക്കിക്കേ? 1/4π എപ്സിലൻ സീറോ എന്ന് പറയുന്നത് എന്തായിരുന്നു? പെർമിറ്റിവിറ്റി. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ ഇത് μ0 ആയിട്ട് മാറും. ഓക്കെ, ഇൻറ്റു ക്യൂ എന്ന് വെച്ചാൽ സോഴ്സ്. ഇവിടെ സോഴ്സ് എന്താണ്? ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ബി ഇസ് ഈക്വൽസ് ടു μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള എക്സ്പ്രഷൻ. സോ ആ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം. 1/4π എപ്സിലൻ സീറോയ്ക്ക് പകരം ഇവിടെ μ0 വരുന്നു. ചാർജിന് പകരം കറണ്ട് എലമെൻ്റ് ആണ് ഐ ഡി എൽ. ആകെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, സൈൻ തീറ്റ. അവിടെ ആംഗിൾ കൺസിഡർ ചെയ്യില്ല, ഇവിടെ ആംഗിൾ കൺസിഡർ ചെയ്യുന്നു, സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. സോ ഇതാണ് ബയോട്ട്-സവേർട്ട്സ് ലോ വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള എക്സ്പ്രഷൻ. ബയോട്ട്-സവേർട്ട്സ് ലോ അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കറണ്ട് എലമെൻറ്റ് കാരണം ഒരു പോയിന്റിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇത് നമ്മൾ വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴേക്കും വെക്റ്റർ ഡി ബി ഇസ് ഈക്വൽസ് ടു μ0/4π ഐ വെക്റ്റർ ഡി എൽ ക്രോസ്
വെക്റ്റർ ആർ ബൈ ആർ ക്യൂബ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ വെക്റ്റർ ഫോം എഴുതുമ്പോൾ വെക്റ്റർ ബി ബി ഈസ് ഈക്വൽസ് ടു μ0/4π I dl sin theta by r square into യൂണിറ്റ് വെക്റ്റർ ആർ. ഈ യൂണിറ്റ് വെക്റ്റർ ആർ ആണ് ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് വെക്റ്റർ ആർ നമുക്ക് വെക്റ്റർ ബി ബി ഈസ് ഈക്വൽസ് ടു μ0/4π I dl sin theta. യൂണിറ്റ് വെക്റ്റർ ആർ എന്ന് പറയുന്നത് വെക്റ്റർ ആർ ബൈ ആർ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് μ0 ഇതാണ് ഇവിടെ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നത്. μ0/4π I വെക്റ്റർ ഡി എൽ വെക്റ്റർ ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് വെക്റ്റർ ഡി എൽ ക്രോസ് വെക്റ്റർ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് വരും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. നമ്മൾ ചാപ്റ്റർ 1 പെർമിറ്റിവിറ്റി പഠിച്ചതുപോലെ ഇത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നു μ0. ഈ μ0യുടെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻7 ടെസ്ല മീറ്റർ പെർ ആംപിയർ ആണ്. ഇതിൻ്റെ വാല്യൂ 4π × 10⁻⁻7 യൂണിറ്റ് ടെസ്ല മീറ്റർ പെർ ആംപിയർ. ഓക്കെ, അപ്പോൾ നമ്മളവിടെ അപ്ലൈ ചെയ്ത കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ μ0/4π ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 10⁻⁻7 ആയിരിക്കും. ഓക്കെ, ലൈക്ക് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 1/4πε0 എന്ന് പറയുന്നത് 9 × 10⁻9 എടുത്തില്ലായിരുന്നോ? അതേപോലെ ഇവിടെ μ0/4π എന്ന് പറയുന്നത് 10⁻⁻7 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? സോ μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആയിരിക്കും. അപ്പോൾ ഫ്രീ സ്പേസ് ദാറ്റ് മീൻസ് വാക്യൂം ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ μ0/4π I dl sin theta by r square ആയിരിക്കും. ഓക്കെ, ഇനി അതേസമയം ഒരു മീഡിയം ആണ് വരുന്നതെങ്കിൽ μ0 അല്ല, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂ ആയിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ബയോട്ട്-സാവേർട്ട് ലോ വെച്ചിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പഠിച്ചു. അതിൻ്റെ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ പഠിച്ചു. വെക്റ്റർ ആയതുകൊണ്ട് അതിന് ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം? നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ കൈകൾ കൊണ്ട് കുറേ ഡയറക്ഷൻ അല്ലേ. ആദ്യം നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിക്കുന്നു. ഈ ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷനിൽ ഞാൻ ആംപിയേഴ്സ് റൂൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ കുറേ റൂൾസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന റൂൾ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് പാം റൂളാണ്. ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിലത് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ അങ്ങനെ ആ ഫോമിലേക്കാണുള്ളത്. ഞാനപ്പോൾ ഇത് പറഞ്ഞുതരാം. ഇത് സിമ്പിളാണ്. ഇതിൽ നിന്നും നിങ്ങൾ അത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഇവിടെ എന്താ റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഈ പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണണം അല്ലേ. അപ്പോൾ റൈറ്റ് ഹാൻഡ് എടുക്കുക. റൈറ്റ് ഹാൻഡിലെ തമ്പ് കറൻറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഈ ഫിംഗേഴ്സ് ആ കണ്ടക്ടർ മുതൽ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലേക്ക് വയ്ക്കുക. അങ്ങനെ വരുമ്പോഴേക്കും പാം എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ പാമിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കാനായിട്ട് ഞാൻ ഈ പെൻ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വയ്ക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? തമ്പ് കറൻറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് വയ്ക്കുന്നു. എൻ്റെ ഫിംഗേഴ്സ് എന്ത് ചെയ്യുന്നു? ഫിംഗേഴ്സ് ഞാൻ ഡിസ്റ്റൻസിൻ്റെ ഡയറക്ഷനിലേക്ക്, ഇതാണ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനിൻ്റെ അവിടെ വയ്ക്കുന്നു. ഡിസ്റ്റൻസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനിൻ്റെ അവിടെ ഇങ്ങനെ വയ്ക്കുന്നു. അപ്പോൾ എൻ്റെ പാം ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെയാണ് എൻ്റെ പാം എന്ന് വെച്ചാൽ ഇങ്ങനെ, ഇതാണ് അല്ലേ. അപ്പോൾ ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇൻടു ഈ പോയിൻ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആയിരിക്കും. ഇനി ഇവിടെ കറൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് കാണേണ്ടതെന്ന് നോക്കാം. സെയിം ഞാനിതിങ്ങനെ എടുക്കുന്നു. വളരെ എളുപ്പമാണിത്. ഇത് കണ്ടോ, തമ്പ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ് കാണിക്കുന്നത് അല്ലേ. പാം ഇങ്ങോട്ടേക്കാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഔട്ട് പ്ലെയിൻ ഓഫ്. ക്ലിയർ ആയല്ലോ? കിട്ടിയില്ലേ? ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് കറൻറ്റ്, ഇത് ഡിസ്റ്റൻസ്. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നത് അല്ലേ. എന്ന് വെച്ചാൽ കറൻറ്റിന്
പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് എന്നല്ല, കറണ്ട് എലമെൻറ്റ്. കറണ്ട് എലമെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ ഇതാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 3 വെക്റ്റേഴ്സ് എടുക്കുന്ന വെക്റ്റർ ഡി എൽ, വെക്റ്റർ ആർ, വെക്റ്റർ ഡി ബി അല്ലേ. വെക്റ്റർ ഡി എൽ പെർപെൻഡിക്കുലർ ടു വെക്റ്റർ ഡി ബി ആയിരിക്കും. അതേപോലെ വെക്റ്റർ ആർ പെർപെൻഡിക്കുലർ ടു വെക്റ്റർ ഡി ബി ആയിരിക്കും. ഓക്കെ, ഇനി ഇത് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലായ കാര്യം, നമ്മളിപ്പോൾ ചെയ്തതിൽ നിന്ന് മനസ്സിലായ കാര്യം. അല്ലാണ്ട് തന്നെ നമുക്കറിയാം ക്രോസ് പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എ ക്രോസ് ബി ഇസ് ഈക്വൽസ് ടു എ ബി സൈൻ തീറ്റ വെക്റ്റർ എൻ ആണെങ്കിൽ എ ഇസ് പെർപെൻഡിക്കുലർ ടു വെക്റ്റർ എൻ ആയിരിക്കും, ബി ഇസ് പെർപെൻഡിക്കുലർ ടു വെക്റ്റർ എൻ ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ ഈ ഇക്വേഷനിലും വരുന്നത് വെക്റ്റർ ഡി ബി ഇസ് ഈക്വൽസ് ടു വെക്റ്റർ എൽ ഡി എൽ ക്രോസ് വെക്റ്റർ ആർ. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. എന്ന് വെച്ചാൽ വെക്റ്റർ ഡി ബി പെർപെൻഡിക്കുലർ ടു വെക്റ്റർ ഡി എൽ ആയിരിക്കും, വെക്റ്റർ ഡി ബി പെർപെൻഡിക്കുലർ ടു വെക്റ്റർ ആർ ആയിരിക്കും. അതുതന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി വേറൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ റൈറ്റ് ഹാൻഡ് തംബ് റൂളാണ് ഉള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നിന്നും എങ്ങനെ റൈറ്റ് ഹാൻഡ് തംബ് റൂളിലേക്ക് വരുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് അല്ലേ. ഇത് കറൻറ്റ്, ഇത് ആ ഡിസ്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്തു. ഈ പാം വരുന്ന പോർഷൻ ഞാൻ ഈ പെൻ വെച്ച് കാണിച്ചു, അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഞാൻ ഇതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വയ്ക്കുന്നു. ഈ ഫിംഗർ ഞാൻ പെൻ യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഫിംഗർ ഇങ്ങനെ നീക്കുന്നു. ഇൻറ്റു കണ്ടോ, ഈ ഫിംഗേഴ്സ് ഇത് ഇൻറ്റു ഇങ്ങനെ വരുന്നു. മനസ്സിലാവും? ഈ പോർഷൻ ഇൻറ്റു. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ കണ്ടക്ടറിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വരുന്നു നോക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്ന കണ്ടക്ടർ, എനിക്ക് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഇതാണ് ഡിസ്റ്റൻസ് ആർ, ഇത് ഡിസ്റ്റൻസ് ആർ. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് വേണം. അപ്പോൾ ഇത് കറൻറ്റ്, ഡിസ്റ്റൻസ്, മാഗ്നറ്റിക് ഫീൽഡ് വേണം. മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. ഇങ്ങനെ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. ഇനി കുറച്ച് ഇതിങ്ങോട്ട് നീക്കുന്നു. പോയിന്റ് ഇവിടെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് വേണം. സോ ഇങ്ങനെ എടുക്കുന്നു, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു, ഇതിങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇനി ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേണം. സോ ഇങ്ങനെ എടുക്കുന്നു, പാം ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. മനസ്സിലായോ? ഇനി ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേണം, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വേണം. അപ്പോൾ ഔട്ട്വേർഡ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വേണം, ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു, ഇങ്ങനെ വരുന്നു. ക്ലിയർ ആയോ? എന്ന് വെച്ചാൽ ഇതിന് ചുറ്റും കോൺസെൻട്രിക് ആയിട്ടുള്ള എല്ലാ പോർഷനിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, അതാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂളിലേക്ക് വന്നിരിക്കുന്നത്. തംബ് റൂള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടക്ടർ എടുക്കുക, ഏത് കണ്ടക്ടറിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത് അത് കയ്യിലേക്ക് എടുക്കുക. തംബ് എന്തിൻ്റെ ഡയറക്ഷൻ? കറൻറ്റിൻ്റെ ഡയറക്ഷനിൽ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫിംഗേഴ്സ് എങ്ങനെയാണോ കേൾ ചെയ്തിരിക്കുന്നത് അതേപോലെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു. നമ്മുടെ ഫിംഗേഴ്സ് എങ്ങനെയാണോ കേൾ ചെയ്തിരിക്കുന്നത് അതേപോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ ഫിംഗേഴ്സ് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് വരുന്നത്. സോ ഇതിന് ചുറ്റും കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. ഇനി അതിൻ്റെ ഡയറക്ഷൻ കാണാനായിട്ട് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു അല്ലേ. അപ്പോൾ ഇൻറ്റു ഇങ്ങനെ വരുന്നു, ഇവിടേക്ക് വരുമ്പോൾ ഔട്ട്വേർഡ്. എന്ന് വെച്ചാൽ കറൻറ്റ് അപ്വേർഡ് ആണെങ്കിൽ കോൺസെൻട്രിക് സർക്കിൾസ് ആണ്, ആ സർക്കിൾസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, കറൻറ്റ് ഡൗൺവേർഡ് ആണെങ്കിൽ കോൺസെൻട്രിക് സർക്കിൾസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ്, അത് എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? കണ്ടക്ടർ എടുക്കുക, ഹോൾഡ് ചെയ്യുക, തംബ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ്. അങ്ങനെയാണെങ്കിൽ കേൾഡ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്തത് കണ്ടക്ടർ സർക്കുലർ കണ്ടക്ടർ ആണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. സർക്കുലർ കണ്ടക്ടർ ആണെങ്കിൽ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് കാണാം? നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർക്കുലർ കണ്ടക്ടർ എടുക്കുക, കറൻറ്റ് ഏത് ഡയറക്ഷൻ നോക്കുക. സർക്കുലർ കണ്ടക്ടർ, ഇവിടെ കറൻറ്റ് എങ്ങനെയാണ് പോകുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ ഈ ഫിംഗേഴ്സ് കണ്ടക്ടർ
കയ്യിലേക്ക് ഒതുങ്ങുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യുക. ഫിംഗേഴ്സ് കറൻറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ തമ്പായിരിക്കും ഫീൽഡിൻ്റെ ഡയറക്ഷൻ. നേരെ ഓപ്പോസിറ്റ്, തമ്പായിരിക്കും ഫീൽഡിൻ്റെ ഡയറക്ഷൻ. മനസ്സിലായല്ലോ? എളുപ്പത്തിൽ കാണാനായിട്ടാണ് ഈ റൂൾ തന്നെ അപ്ലൈ ചെയ്യാം. ഇത് വേണമെങ്കിൽ റൂൾ. അപ്പോൾ ഇവിടെ കറൻറ്റ് എങ്ങനെയാണ് പോകുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ തമ്പ് ഔട്ട്വേർഡ് ആയിരുന്നു. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. എവിടെ? ഈ ആക്സിസ് ഈ പോയിന്റ്, ഇവിടെ സർക്കുലർ കണ്ടക്ടറിൻ്റെ ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. മനസ്സിലായല്ലോ? ഇനി ഇവിടെയാണെങ്കിൽ കറൻറ്റ് ക്ലോക്ക് വൈസിലാണ്. കറൻറ്റ് ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ തമ്പ് കണ്ടോ? എൻ്റെ തമ്പ് എങ്ങോട്ടാ? ഇൻവേർഡ്. അപ്പോൾ ഇൻ2 ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ കറൻറ്റ് ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇൻ2 ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തമ്പ് മാഗ്നറ്റിക് ഫീൽഡായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. കേൾ ഫിംഗർ എന്ന് പറയുന്നത് കറണ്ട് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതൊരു ബേസിക് ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു റൂളാണിത്. ഇത് അപ്ലൈ ചെയ്താൽ മതി. ഇനി സർക്കുലർ കണ്ടക്ടർ ആണെങ്കിൽ ഇതാണെങ്കിലും അപ്ലൈ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായി. ഓക്കെ. അടുത്ത് നോക്കൂ. നമുക്ക് ഒരു സർക്കുലർ കണ്ടക്ടർ ഉണ്ട്. ഈ സർക്കുലർ കണ്ടക്ടറിൻ്റെ സെൻറ്ററിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണണം. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ കറണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. സർക്കുലർ കണ്ടക്ടർ, ഇതിൻ്റെ നടുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ ഡയറക്ഷനും റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഡയറക്ഷൻ നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വരുന്നു, ഇതിൻ്റെ നടുക്ക് ഒരേ ഡയറക്ഷനിലാണോ ഡിഫറെൻ്റ് ആണോ എന്ന് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കണ്ടക്ടറിനെ കുറേ കറണ്ട് എലമെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്കിപ്പോൾ ഇങ്ങനെ എടുക്കുന്നു എന്നിരിക്കട്ടെ. ഈ ഒരു പോർഷൻ ഇവിടുത്തെ ഒരു കറണ്ട് എലമെൻറ്റ് എടുക്കുന്നു എന്നിരിക്കട്ടെ. ഈ ഒരു കറണ്ട് എലമെൻറ്റ് എടുത്തിട്ട് ഞാനിപ്പോൾ പാം റൂൾ അപ്ലൈ ചെയ്യുന്നു. പാം റൂൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ്? ഇങ്ങനെ ഡയറക്ഷൻ, കറൻറ്റിൻ്റെ ഡയറക്ഷൻ, ഇതാണ് ഡിസ്റ്റൻസ്, ഇവിടെ ഇങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഫിംഗേഴ്സ് ഔട്ട്വേർഡാണ് അല്ലേ? ഫിംഗേഴ്സ് ഔട്ട്വേർഡാണ്. അപ്പോൾ ഈ പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ ഒരു കറൻറ്റ് എലമെൻറ്റ് എടുക്കുന്നു എന്നിരിക്കട്ടെ. ഈ പോയിൻറ്റിലൊരു കറൻറ്റ് എലമെൻറ്റ് എടുക്കുന്നു. കറൻറ്റ് ഈ ഡയറക്ഷനിലേക്ക്, കറൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. സോ കറൻറ്റ് ഈ ഡയറക്ഷൻ. ഓക്കെ. ഈ ഒരു പോയിൻറ്റ്, ഈ പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വേണം. സോ കറൻറ്റ് ഇങ്ങോട്ടേക്ക്, ഇതാണ് ഡിസ്റ്റൻസ്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഇതും ഔട്ട്വേർഡ് തന്നെയാണ് വരുന്നത് അല്ലേ? ഇപ്പോൾ ഇവിടെ എടുക്കുന്നു, ഈ പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഓക്കെ. കറണ്ട് എലമെൻറ്റ് ഇങ്ങനെ വരുന്നു, ഇതും ഔട്ട്വേർഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻ്റ് കാരണം, ഏത് കറണ്ട് എലമെൻറ്റ് എടുത്താലും ആ കറണ്ട് എലമെൻറ്റ് കാരണം സെൻറ്ററിലേക്ക് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സെയിം തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് കറൻറ്റാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ എഴുതിയത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്തായിരിക്കും? ഔട്ട്വേർഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി അപ്പോൾ നമുക്ക് ഡയറക്ഷൻ മനസ്സിലായി. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണും എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സർക്കുലർ കറൻറ്റ് കണ്ടക്ടർ എടുക്കുന്നു. കണ്ടക്ടറിൻ്റെ റേഡിയസ് R, കറണ്ട് എലമെൻറ്റ് dl. സോ ഈ പോയിൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് ഔട്ട്വേർഡ് സെൻറ്റർ. ഓക്കെ. സോ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണണം. അപ്പോൾ നമുക്കറിയാം ഒരു ചെറിയ കറണ്ട് എലമെൻറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് dB is equals to μ0/4π IdL sin theta by R square, ഡിസ്റ്റൻസ് R square. ഇത് ഈ ഒരു കറണ്ട് എലമെൻറ്റ്, ഇങ്ങനെ കുറേ കറണ്ട് എലമെൻറ്റ്സ് ഉണ്ട്. ഈ എല്ലാ കറണ്ട് എലമെൻറ്റ്സിൻ്റെയും ഫീൽഡ് ഇങ്ങോട്ട് തന്നെയാണ്. എല്ലാ ഫീൽഡും ഒരേ ഡയറക്ഷനിലാണ്. എല്ലാ ഫീൽഡും കൂടി ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻറ്റഗ്രൽ dB is equal to ഇൻറ്റഗ്രൽ μ0/4π IdL sin theta by R square. ഓക്കെ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തീറ്റ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ L ആൻഡ് R. ശ്രദ്ധിക്കുക കേട്ടോ. തീറ്റ ആംഗിൾ ബിറ്റ്വീൻ
തീറ്റ ബിറ്റ്വീൻ ഡി എൽ ആൻഡ് ആർ. അപ്പോൾ ഇത് കറണ്ട് എലമെൻറ്റ്, ഇത് ആർ, ഇത് തമ്മിലുള്ള ആംഗിൾ ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ ഡി ബി ദാറ്റ്സ് ഈക്വൽസ് ടു ഇൻറ്റഗ്രൽ മ്യൂ 0 ബൈ 4 പൈ ഐ ഡി എൽ ബൈ ആർ സ്ക്വയർ. തീറ്റ ഈസ് ഈക്വൽസ് ടു 90 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? സോ ഇൻറ്റഗ്രൽ ഡി ബി ദാറ്റ് ഇസ് ബി മ്യൂ 0 ബൈ 4 പൈ ഐ ബൈ ആർ സ്ക്വയർ ഇൻറ്റഗ്രൽ ഡി എൽ, ബിക്കോസ് നമ്മൾ ഓരോ കറണ്ട് എലമെൻറ്റും എടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. കറണ്ട് എലമെൻറ്റിനെയാണ് അപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റഗ്രൽ കൊടുക്കേണ്ടത് ഡി എല്ലിനെയാണ്. ഓക്കെ, അപ്പോൾ ബി ഇസ് ഈക്വൽസ് ടു മ്യൂ 0 ബൈ 4 പൈ ഐ ആർ ബൈ ആർ സ്ക്വയർ ഇൻറ്റഗ്രൽ ഡി എൽ. ഈ ഡി എൽ കംപ്ലീറ്റ് ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ദാറ്റ് ഈസ് 2 പൈ ആർ. ഓക്കെ, സോ ഇത് ക്യാൻസൽ ചെയ്തു. ഇവിടെ 2 ദാറ്റ് ഈസ് മ്യൂ 0 2 ഐ ബൈ ആർ. മ്യൂ 0 ഐ ബൈ 2 ആർ. മ്യൂ 0 ഐ ബൈ 2 ആർ. ഇതാണ് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂ 0 ഐ ബൈ 2 ആർ. മനസ്സിലായല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ഈ സർക്കുലർ കണ്ടക്ടറിൻ്റെ നടുക്ക് സെൻറ്ററിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻറ്റർ ഒ എന്ന പോയിന്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മ്യൂ 0 ഐ ബൈ 2 ആർ ആയിരിക്കും. അത് കറൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ആൻഡ് ഇൻ ടു ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും.